അപ്പോൾ ഇന്ന് നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു അടിപൊളി കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ നല്ലൊരു നെക്ക് ഡിസൈനും വെച്ചിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ തയ്ക്കാൻ പോകുന്നത്. എല്ലാ നമ്മൾ ഒന്നില്ലെങ്കിൽ എൻ്റെ അനിയത്തിക്കോ അല്ലെങ്കിൽ മക്കൾക്കൊക്കെ ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇപ്രാവശ്യം എനിക്കൊരു കുർത്തി തയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ഇങ്ങനെ ഒരു ഹക്കോബ ക്ലോത്തിലാണ് നമ്മൾ ഈ ഒരു 2 ക്ലോത്ത് കേട്ടോ, പ്രിൻ്റ് വരുന്ന ക്ലോത്തിൽ ഹക്കോബ ക്ലോത്താണ്. അതേപോലെ തന്നെ പ്ലെയിൻ കളറിൽ വരുന്നതും ഹക്കോബ ക്ലോത്ത് തന്നെയാണ്. അപ്പോൾ അതിൽ സെയിം ഏകദേശം ആ പ്രിൻ്റഡ് കണ്ടില്ലേ, ആ ഒരു ഗ്രേ ഒരു സെയിം തോന്നുന്ന ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്ലോത്താണ് ഞാൻ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ളത്. 1/2 മീറ്റർ തുണിയാണ് അതുള്ളത്. ഈ പ്രിൻ്റഡ് ക്ലോത്ത് 3 മീറ്ററാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യാൻ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാമെന്നൊക്കെ കരുതി ഒരു മാച്ച് ചെയ്യുന്ന ഒരു തുണി ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിയതായിരുന്നു. ഞങ്ങളിവിടെയൊക്കെ ഇങ്ങനെ 1/2 മീറ്റർ കട്ട് ചെയ്ത് കിട്ടുള്ളൂ കേട്ടോ, അതിലേറെ കുറവായിട്ട് കിട്ടില്ല. 1/2 മീറ്ററേ കിട്ടുള്ളൂ. അപ്പോൾ അത് വാങ്ങിയിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിൻ്റഡ് ക്ലോത്ത് ഇങ്ങനെ ഇതുപോലെ നീളത്തിൽ ഞാൻ 4 മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ എൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് 45 അപ്പോൾ അതിലേക്ക് ഞാൻ തയ്യൽ തുമ്പായിട്ട് കൊടുക്കുന്നത് 2 ഇഞ്ചാണ് കേട്ടോ. താഴെ മടക്കി തയ്ക്കാനും മുകളിൽ നമ്മൾ ഷോൾഡർ കൂട്ടി കൊടുക്കാനൊക്കെ ആയിട്ട് 2 ഇഞ്ചോളം നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഷോൾഡറൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ എൻ്റെ ഷോൾഡറിൻ്റെ പകുതി, അതായത് നമ്മൾ എത്രയാണ് എടുക്കുന്നത് നീളത്തിലെടുക്കുന്നതിൻ്റെ പകുതി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ ഒരു അളവ് തന്നെ ഞാനിവിടെ താഴേക്ക് കൈക്കുഴിക്ക് വേണ്ടിയിട്ടും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ അവിടെ ചെസ്റ്റിൻ്റെ അളവ് അത്യാവശ്യം ഞാൻ നല്ലൊരു വണ്ണുള്ള ആളാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അളവൊക്കെ ഉള്ള ആളാണ് കേട്ടോ. അപ്പോൾ എൻ്റേത് 52 ചെസ്റ്റിൻ്റെ ആ ഒരു 4 ഭാഗമാക്കിയിട്ടുള്ള 12.5 ഇഞ്ചും അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് യോജിപ്പിച്ച് റിയൽ ഷേപ്പിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്ത്, അതായത് ഇവിടെ 1 ഇഞ്ച് ഇങ്ങോട്ടൊന്ന് ഞാനൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ ഇതുപോലെ കൈക്കുഴിയും കൂടി ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുകളിൽ നിന്ന് നമുക്ക് വേസ്റ്റ് ലെങ്ത്തൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അതിന് നമ്മൾ കൈക്കുഴിയൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം കേട്ടോ, അങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ. പിന്നെ നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് 17 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത്ത്, അതായത് നമ്മൾ വണ്ണം കുറഞ്ഞ ചെസ്റ്റിൻ്റെ നേരെ താഴെ വണ്ണം കുറഞ്ഞ ഭാഗമാണ് 17 ഇഞ്ച്. അതിന് അവിടെ ഞാൻ ചെസ്റ്റിൻ്റെ വേസ്റ്റിൻ്റെ റൗണ്ട്, അതായത് നമ്മൾ മൊത്തത്തിൽ നമ്മൾ റൗണ്ട് അളവെടുത്തതിൻ്റെ 4 ഭാഗമാക്കിയിട്ട് ആ ഒരളവും അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഓപ്പൺ ലെങ്ത്ത്, അതായത് 24 ഇഞ്ചാണ് ഞാൻ ഓപ്പൺ ലെങ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ണമുള്ളവരൊക്കെ ആകുമ്പോൾ കുറച്ചൊരു ഇറക്കിയിട്ടാണ് ഞാൻ ഓപ്പൺ കൊടുക്കാറ്. കാരണം അങ്ങനെ ഏറ്റവും മുകളിൽ നിന്ന് വയറിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ കൊടുക്കാറില്ല കേട്ടോ, കുറച്ചൊന്ന് ഇറങ്ങിയിട്ടാണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ അവിടുത്തെ വണ്ണത്തിൻ്റെ നമ്മൾ റൗണ്ടായിട്ട് എടുത്തതിനേക്ക് ആ ഒരു അളവിലേക്ക് 4 ഭാഗമാക്കിയില്ലേ, ആ അളവിലേക്ക് 1.5 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നത്. ഓപ്പൺ ആയതുകൊണ്ട് 1.5 ഇഞ്ചാണ് ഞാനവിടെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, 4 ഭാഗമാക്കിയ അളവിലേക്ക്. എന്നിട്ട് ഈ ഒരു അളവില്ലേ നമ്മുടെ ഓപ്പണിൻ്റെ ഭാഗത്ത് കൊടുത്ത അതേ അളവ് തന്നെയാണ് താഴ്ഭാഗത്ത്, അതായത് ലെങ്ത്ത് മൊത്തത്തിലുള്ള താഴ്ഭാഗത്തുള്ള അളവ് ഞാൻ അതേ സെയിം അളവ് തന്നെയാണ് കൊടുക്കാറ് കേട്ടോ. അധികം അങ്ങനെ എന്താ പറയുക മൊത്തത്തിലിങ്ങനെ നിൽക്കുന്നത് താഴ്ഭാഗത്ത് ഇങ്ങനെ വീതി കൂടുതലുള്ളത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു വരച്ചു കൊടുത്ത അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോത്തിൻ്റെ മുകൾ ഭാഗത്ത് ബാക്കി വന്ന ആ ക്ലോത്തിൽ അതിൽ നിന്നാണ് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്യുന്നത്. അതിൽ ഈ ഭാഗത്ത് ഇങ്ങനെ അതിൻ്റെ ഒരു ഇതിലൊരു സീക്വൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ഈ ക്ലോത്തിലൊരു ചെറിയൊരു സീക്വൻസ് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം അവിടെ നിന്നിട്ടാണ് ഞാൻ എടുക്കുന്നത്. അങ്ങോട്ടുള്ള ഭാഗം നമുക്ക് സീക്വൻസ് വരുന്നില്ല ക്ലോത്തിൽ, അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ലെങ്ത്ത് എത്രയാണോ അതിലേക്ക് 1 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ ഇങ്ങോട്ട് നമുക്ക് കൈക്കുഴിയുടെ അളവ് എത്രയാണോ ആ അളവ് അവിടെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഞാൻ 3.5 ഇഞ്ച് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ വണ്ണുള്ള ആളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ 2.5 3 കൊടുക്കാം ഒരു മീഡിയം ആൾക്കാരൊക്കെ ആണെങ്കിൽ. ഞാൻ അത്യാവശ്യം നല്ല വണ്ണുള്ള ആളായതുകൊണ്ടാണ് 3.5 ഇഞ്ച് എടുത്തിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കൈക്കുഴിക്കുള്ള അളവ് അവിടെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. പിന്നെ അതിനുശേഷം ഇവിടെ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾ റൗണ്ടായിട്ട് എടുത്തതിന് 2 ആക്കിയിട്ടുള്ള അളവും അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗം നമ്മൾ വരച്ചു കൊടുത്ത ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ നമ്മുടെ സ്ലീവ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കാനായിട്ട് ഞാനിങ്ങനെ ഒരു 4 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഒരു പീസും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് ഈ ഒരു ഭാഗത്ത്, അതായത് താഴ്ഭാഗത്ത് ഇങ്ങനെ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാനാണ് കട്ട് ചെയ്തത്. അതുകൊണ്ടാണ് 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ലൈനിങ്ങിൻ്റെ ക്ലോത്ത്, ഒരു വൈറ്റ്, അതായത് നമ്മുടെ ക്ലോത്തിൻ്റെ ഭാഗത്ത് ഒരു ലൈനിങ് ക്ലോത്ത് ഇതുപോലെ 20 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ മുകൾ ഭാഗത്ത് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 6 ഇഞ്ച് ലെങ്ത്തിൽ, 6 ഇഞ്ച് ഷോൾഡർ വിടുത്ത് പോലെ, നമ്മൾ 8.5 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ ഉള്ളത് ഞാൻ എടുത്തിട്ടുള്ളതിൻ്റെ, അതിൽ 6 ഇഞ്ചാണ് ഞാൻ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ എൻ്റേത് 8.5 ഇഞ്ച് ആയതുകൊണ്ടാണ് ഞാൻ 6 ഇഞ്ച് എടുത്തത്. ഇപ്പോൾ അധികം 7 ഇഞ്ച് ഷോൾഡർ വിടുത്തുള്ളവർക്ക് 5 ഇഞ്ചൊക്കെ എടുത്താൽ മതി, അല്ലെങ്കിൽ 4.5 ഇഞ്ച് എടുത്താൽ മതി. അതുപോലെ അല്ലെങ്കിൽ 8 ഇഞ്ചൊക്കെ ഉള്ളവർക്ക് 5 ഇഞ്ച്, അങ്ങനെ ആ ഒരു രീതിയിൽ കേട്ടോ. എൻ്റേത് 8.5 ഇഞ്ച് ഷോൾഡർ, അതായത് നമ്മുടെ ഷോൾഡർ നമ്മൾ ടോപ്പിൽ കട്ട് ചെയ്ത ഷോൾഡർ 8.5 ഇഞ്ച് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ലൈനിങ് ക്ലോത്തിൽ ഞാൻ ആദ്യം 6 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇനി താഴേക്ക് 14 ഇഞ്ച് ലെങ്ത്ത് ഞാനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ 14 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഒരു ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗം വരെയാണ് ഉള്ളതാണ്. അത് ഓരോരുത്തർ വണ്ണത്തിനനുസരിച്ച് ചെയ്യണം. അധികം വണ്ണമില്ലാത്തവർക്കൊക്കെ ആകുമ്പോൾ 10 ഇഞ്ച്, 9.5-10 ഇഞ്ചൊക്കെ മതിയാവും. ഞാൻ അവിടെ 14 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. അവിടെ ഈ ഭാഗത്ത് നമ്മൾ 6 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് നെക്കിലൊക്കെ നമ്മൾ നെക്ക് റൗണ്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ഷേപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു റൗണ്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ 8.5 ഇഞ്ച് ഷോൾഡറാണ് ഇപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. താഴേക്ക് 8.5 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ ടോപ്പിൽ ചെയ്തില്ലേ, നമ്മുടെ ബോഡിയുടെ അളവൊക്കെ, ചെസ്റ്റിൻ്റെ അളവ്, വേസ്റ്റിൻ്റെ അളവൊക്കെ അതേപോലെ നമ്മൾ ഇതിൽ ഈ ലൈനിങ് ക്ലോത്തിലും വരച്ചിട്ട് നമ്മൾ അതേപോലെ വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കുക. അതേ അളവുകളാണിത്. ആ ഒരു രണ്ടാമത് വെച്ചത് ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ലൈനിങ്ങിൽ നമ്മുടെ നെക്കാണത് കേട്ടോ. അതായത് ഈ നമ്മുടെ ടോപ്പിൻ്റെ നെക്കാണ് ആ ഒരു 14 ഇഞ്ചിൽ നമ്മൾ റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ വിടുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 8.5 ഇഞ്ചാണ് പിന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഇപ്പുറം സൈഡിലേക്ക് കോട്ടൺ ക്ലോത്തും അതും വൈറ്റ് ക്ലോത്തൊക്കെ ആയതുകൊണ്ട് അപ്പുറം ഭാഗത്തേക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഞാനതിൽ ജസ്റ്റ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാൻവാസോ കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല, ലൈനിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത്, നെക്ക് ചെയ്യുന്നത്. എന്നിട്ട് ആ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കൈക്കൂയുടെ ഭാഗം മാത്രമാണ്, ഈ ഭാഗം മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ, നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ക്ലോത്തിൽ വെച്ചിട്ട്, നമ്മുടെ നല്ല ക്ലോത്തില്ലേ അതിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ നല്ല ക്ലോത്താണ്. ബാക്ക് പീസും ഫ്രണ്ട് പീസും ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ഒരു പീസ് മാറ്റി വെക്കാം, നമുക്ക് ഫ്രണ്ട് പീസ് മാത്രമായിട്ട് എടുക്കാം. എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ നമുക്ക് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നല്ല ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ലൈനിങ് താഴെ വരെ എടുക്കാഞ്ഞത് എന്താ വെച്ചാൽ ഈ ക്ലോത്ത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ ഭാഗം മാത്രം നെക്ക് ചെയ്യാൻ മാത്രമാണ് ക്ലോത്ത് 20 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അര മീറ്റർ ക്ലോത്ത് കൊണ്ടാണ് ചെയ്യുന്നത്, ലൈനിങ് ക്ലോത്ത് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് വെക്കേണ്ടവർക്ക് ഫുള്ളായിട്ട് വെച്ചിട്ടും ഇതേപോലെ ചെയ്യാം കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ നെക്കൊക്കെ ചെയ്യുന്ന പോലെ ഈ ഒരു എന്താ പറയുക വരച്ച ആ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് നമ്മൾ സാധാരണ നെക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ അത്യാവശ്യം 14 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഇപ്പുറം ഭാഗത്തേക്ക് ഇതുപോലെ മറിച്ച് കൊടുത്തിട്ടാണ് തയ്ച്ചെടുത്തിട്ടുള്ളത്. താഴ്ഭാഗം നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സൈഡൊക്കെ ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും തമ്മിൽ കൂട്ടി തയ്ച്ചൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്യാപ്പിലേക്ക് നമ്മുടെ ഈ ഒരു പ്ലെയിൻ ക്ലോത്ത് വെച്ച് കൊടുക്കണം. ഹക്കോബ ക്ലോത്തിലുള്ള ഈ ഒരു ക്ലോത്ത് ഇതിൽ ഈ ഒരു രീതിയിൽ നമുക്ക് വെച്ച് കൊടുത്ത് സെറ്റാക്കി എടുക്കണം. അതിനാണ് ഞാൻ ഈ ക്ലോത്ത്, ഇതാണ് പ്ലാൻ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ക്ലോത്തൊന്ന് 2ആക്കി മാത്രം മടക്കി വെച്ചാൽ മതി, 4ആക്കി മടക്കേണ്ട, നമുക്ക് മുൻഭാഗത്ത് മാത്രമുള്ളൂ. അപ്പം 2 മടക്കാക്കിയതാ ഇതേ രീതിയിൽ ഞാൻ 2ആക്കി ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇത് ഓപ്പണായ ഓപ്പൺ ഉള്ള ഭാഗമാണിത്. ഈ ഭാഗം ഞാൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് 2ആക്കി 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മടക്കുന്നുണ്ട്. മടക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കാം. മറ്റേ ഭാഗം ഫോൾഡായിട്ട് കിടക്കണം കേട്ടോ. ഒരു ഭാഗം ഓപ്പണുള്ള ഭാഗം ഞാനിങ്ങനെ ഇതുപോലെ 2ആക്കി മടക്കിയിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് എത്രയാണ് ലെങ്ത്ത്, അതായത് നമ്മൾ 14 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ നെക്ക് നമ്മുടെ നല്ല ക്ലോത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലെങ്ത്തിനേക്കാൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് ഞാനൊരു 16 ഇഞ്ച് ലെങ്ത്ത് ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ.
ഇതുപോലെ 16 ഇഞ്ച്, അതായത് നമ്മൾ 14 ഇഞ്ചിലാണ് നെക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാൾ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീതി നമ്മൾ 6 ഇഞ്ചാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം അതിനേക്കാൾ 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അവിടെ 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ 6 ഇഞ്ചിലാണല്ലോ നെക്ക് ഷോൾഡർ വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ എക്സ്ട്രാ അപ്പോൾ ഭാഗത്തേക്ക് നമുക്ക് ഉള്ളിലേക്ക് മടക്കി തയ്ക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് തയ്യൽ തുമ്പൊക്കെ ആയിട്ട് 2 ഇഞ്ചോളം നമ്മൾ എടുക്കുന്നുണ്ട്. കുറയുമ്പോഴാണ് ബുദ്ധിമുട്ട്, കൂടിയാൽ നമുക്ക് കട്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ കുറയണ്ട. അപ്പോൾ നമ്മളൊരു 8 ഇഞ്ച് എടുക്കാം. എന്നിട്ട് ആ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. 16 ഇഞ്ച് ലെങ്ത്തിലും 8 ഇഞ്ച് വീതിയിലാണ് ഇതുപോലെ മടക്കിയിട്ട് ആ ഒരു ഇഞ്ച് വീതിയിൽ നമ്മൾ മടക്കി പിൻ ചെയ്തതും ഉണ്ട്. ഇനി ഇതിൻ്റെ എന്താ വെച്ചാൽ ഇതിന് ലൈനിങ് വേണം കേട്ടോ. ഇതിന് ഉള്ളിലേക്ക് നമുക്കിങ്ങനെ കുറച്ച് കാണുന്നുണ്ട്, ചെറിയൊരു ഓട്ട പോലെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഉള്ളിൽ നമുക്ക് ലൈനിങ് ക്ലോത്ത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കൊരു ബ്ലാക്ക് ലൈനിങ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്രൈപ്പിലാണ് ബ്ലാക്ക് ലൈനിങ് ഉള്ളത്. ഇത് എൻ്റെ അടുത്തുള്ളതായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രൈപ്പിലാണ് ഞാനത് ചെയ്യണത്. അപ്പോൾ അതേ അളവിൽ ഈ നമ്മൾ ആ മടക്കി വെച്ചില്ല, പിൻ ചെയ്ത് വെച്ചില്ല, ആ ഭാഗം നിവർത്തിയൊന്നും വെക്കണ്ട. അതേ അളവിലാണ് ഇപ്പോൾ ഞാൻ ഈ രണ്ടാക്കി മടക്കിയ ആ ഒരു ലൈനിങ് ക്ലോത്ത് ഇതുപോലെ ഉണ്ടാവും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. 2 പീസായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ മടക്കി വെച്ച, അതായത് നമ്മൾ 1 ഇഞ്ച് വീതിയിൽ മടക്കി വെച്ച ആ ഭാഗം നിവർത്താതെ വേണം നമ്മൾ, ആ ഒരു അളവിൽ വേണം നമ്മളിത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ അതും നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് തമ്മിൽ നമുക്കൊന്ന് ആദ്യം കൂട്ടി തയ്ച്ചെടുക്കാം. നമ്മൾ അവിടെ കുത്തിവെച്ച പിന്നൊക്കെ ഒന്ന് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ആ ഒരു ഭാഗം നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അതിനുവേണ്ടി ചോക്ക് കൊണ്ടൊക്കെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം, അല്ലെങ്കിൽ നല്ലോണം ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് ആ മടക്കൊന്ന് കാണുന്ന രീതിയിൽ ആയാലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ജസ്റ്റ് അടയാളം ഇപ്പോൾ കാണുന്നുണ്ട്, ആദ്യം മടങ്ങി നിന്നതുകൊണ്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഞാൻ ജസ്റ്റ് ചോക്ക് കൊണ്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അത്രയും ഭാഗമാണ് നമുക്ക് മടക്കി തയ്ക്കാനുള്ളതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇപ്പുറം ഭാഗം കേട്ടോ, ആ മടങ്ങി നിൽക്കുന്ന ഒരു ഇതാണോ ഈ ഒരു അടയാളം അതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇനി കാണുന്നില്ലെങ്കിൽ നമ്മൾ അയൺ ചെയ്തിട്ട് കാണുന്ന രീതിയിലാക്കി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ മടക്കി തയ്ക്കുന്ന ഭാഗം രണ്ടും ഒരുപോലെ വരണം. എന്നിട്ട് ലൈനിങ് ക്ലോത്ത് ഉണ്ട്, ഇത്രേ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിനനുസരിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഇങ്ങോട്ടുള്ള എക്സ്ട്രാ ഉള്ള തുണി ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ലൈനിങ് ക്ലോത്ത് ആ ലൈനിലൂടെ നമ്മൾ വരച്ചെടുത്ത ആ ഒരു ലൈനിൽ അതിലൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം അതൊന്ന് ആ ലൈനിലൂടെ കറക്റ്റാക്കി വെച്ചിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ 1 ഇഞ്ച് വീതിയിലുള്ള എക്സ്ട്രാ ഉള്ള ക്ലോത്ത് ഇങ്ങോട്ട് മടക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊരു 1/4 ഇഞ്ച് വീതിയിൽ ഉള്ളിലേക്കായിട്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളതായി ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. അത് രണ്ടും കൂടെ ഈ ഭാഗമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എക്സ്ട്രാ വരുന്ന ആ ഒരു ഭാഗത്തേക്കൊക്കെ തള്ളി നിൽക്കുന്ന ആ ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ മറ്റേ ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ഈ ക്ലോത്തില്ലേ ആ ക്ലോത്തിലും ലൈനിങ് വെച്ച് ഇതേപോലെ ചെയ്തെടുക്കണം കേട്ടോ. ഈ ഭാഗം നമുക്ക് ഉള്ളിലേക്ക് മടക്കി വരുന്ന രീതിയിൽ അതേപോലെ ലൈനിങ്ങൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം, നമ്മൾ മറ്റേത് ചെയ്ത പോലെ തന്നെ. അപ്പോൾ രണ്ടും നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ രണ്ടും മടക്കി തയ്ച്ച ഭാഗം രണ്ടും ഒരുമിച്ച് വരുന്ന ഇതുപോലെ കിട്ടണം. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇനി അടുത്തത് ഈ മടക്കി തയ്ച്ച ഭാഗം രണ്ടും ഒരുമിച്ച് ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കാം. കറക്റ്റാക്കി പിടിക്കണം. ആ മടക്കി തയ്ച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഉള്ളിലേക്ക് മടക്കിയ ഭാഗം അത് അവിടെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് നെക്ക് ശരിക്കുള്ള നെക്ക്, അതായത് നമ്മുടെ ഇപ്പോൾ നമ്മളിപ്പോൾ 6 ഇഞ്ച് വിഡ്ത്തിലും 14 ഇഞ്ച് ലെങ്ത്തിലൊക്കെ അല്ലേ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലാണ് നമ്മുടെ ശരിക്കുള്ള ലെങ്ത്ത് നെക്കൊക്കെ കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ 3.5 ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് വിടുത്തെടുത്തിട്ടുള്ളത്. നെക്ക് വിടുത്തെടുത്തിട്ടുള്ളത്. ലെങ്ത്ത് 4 ഇഞ്ചാണ് എടുക്കുന്നത്.
കാരണം നമ്മളിതിൽ കോളർ ആണ് വെച്ചെടുക്കുന്നത്, അതായത് ബോയ്സിന് ഷർട്ട് കോളറും പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3.5 ഇഞ്ചിൽ നെക്കിൻ്റെ എടുത്തും 4 ഇഞ്ച് ലെങ്ത്തുമാണ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊരു റൗണ്ടായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. വരച്ചെടുത്തിട്ട് ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇനി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നിവർത്തി നോക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് നെക്ക് കിട്ടും. ഇതാണിപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു രൂപം. ഇതാണ് നമ്മുടെ ശരിക്കുള്ള നെക്ക് കേട്ടോ. നമ്മൾ മറ്റേത് നമുക്ക് വലിയ 14 ഇഞ്ചൊന്നും നമുക്ക് നെക്ക് ഉണ്ടാവില്ലല്ലോ. ഇതാണ് നമ്മുടെ ശരിക്കുള്ള ഫ്രണ്ട് നെക്ക്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കണം. ഇതുപോലെ നല്ല പിൻ ചെയ്ത് വെക്കണം. കാരണം നമ്മൾ തയ്ച്ച് വെച്ച നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ ആ ഒരു ഗ്യാപ്പിലേക്ക് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ ടോപ്പ് നിൽക്കേണ്ടത് ആ ഒരു രീതിയിൽ ഇത് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കണം. പിൻ ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ആ ഒരു ക്ലോത്തിലേക്ക് വെച്ച് തയ്ക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ നല്ല ക്ലോത്ത് ഇതുപോലെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവുക ആ ഒരു രീതിയിലൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് വരണം. അവിടെ മാത്രം നമുക്ക് ശ്രദ്ധിക്കാം. ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ആയാൽ മറ്റുള്ള ഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ വെച്ച് നോക്കിയിട്ട് ഒന്ന് അളന്ന് നോക്കിയാലൊക്കെ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ തൂങ്ങി നോക്കും, വൃത്തിയായിട്ട് കിട്ടില്ല. അപ്പം ഈ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചാൽ തയ്ക്കാൻ എളുപ്പമായിരിക്കും. നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങൂലല്ലോ. നമുക്ക് കറക്റ്റായിട്ട് വെച്ചിങ്ങനെ 2-3 പിൻ ചെയ്ത് വെക്കാം. ഈ സൈഡിലൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ വലിച്ച് പിടിച്ചൊക്കെ നോക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആവാതെ ആ ഒരു വൃത്തിയിൽ നമുക്ക് കിട്ടണം. എന്നാലും ആ യോക്കിൻ്റെ ഭാഗമാകുമ്പോൾ പെട്ടെന്ന് കാണുന്ന ഭാഗമാണ്. നല്ല വൃത്തിയിൽ തന്നെ വെച്ച് നമുക്ക് അതിലേക്ക് രണ്ടും കൂടെ ഒന്ന് തയ്ച്ചെടുക്കണം. ഇനി നമുക്കത് കറക്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു പിന്നിങ്ങനെ മെല്ലെ ഒന്ന് ഊരി കൊടുക്കാം. ഇതേപോലെ നമ്മൾ പിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല സുഖമായിട്ട് തയ്ക്കാം. തയ്ച്ച് വരുമ്പോൾ നമ്മൾ കുത്തിവെച്ച പിന്നുകളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ഊരിയിട്ട് വെക്കുക. പിന്നെ ഈ സൈഡിലൊക്കെ നിൽക്കുമ്പോൾ കുത്തി കൂടി നിൽക്കുക എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കി വൃത്തിയാക്കി ഇങ്ങനെ തയ്ച്ച് കൊടുക്കണം. ഇതേപോലെ നമുക്ക് കിട്ടും. ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് വരിക. 2 സൈഡിലേക്കും അങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ ബാക്ക് ഭാഗത്ത്, അതായത് ചീത്ത ഭാഗത്തേക്കൊന്ന് മറിച്ചിട്ടിട്ട് അവിടെ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് നമ്മൾ ഈ ക്ലോത്തൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ എക്സ്ട്രാ വരുന്ന ക്ലോത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിങ്ങനെ ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വൈറ്റ് നൂല് വെക്കുക. നമ്മൾ മുകൾ ഭാഗത്തുള്ള നല്ല ക്ലോത്തില്ല അതിനനുസരിച്ചുള്ള നൂല് വെച്ചിട്ട് വേണം തയ്ക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഒരു സൈഡിലേക്ക് കാണാത്ത രീതിയിൽ വേണം തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു യോക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ മടക്കി തയ്ച്ച് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് നമ്മുടെ ബാക്ക് പീസ് ഒന്ന് എടുക്കാം. ബാക്ക് പീസിൽ നമ്മുടെ നെക്കൊന്ന് ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്യണം. ബാക്കിൻ്റെ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കോളർ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കധികം ഇറക്കം വേണ്ട. പക്ഷേ വിടുത്ത് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള നെക്ക് വിടുത്ത് എന്ന് പറയുന്നത് 3.5 ഇഞ്ചിൻ്റെ ഞാൻ എടുക്കുന്നത്. അതുപോലെ ലെങ്ത്ത് എടുക്കുന്നത് 1.25 ഇഞ്ചാണ് കേട്ടോ. കുറച്ചൊരു ബാക്കിലേക്ക് കുറച്ചൊരു ലൂസ് വേണം. 3/4 ഇഞ്ച് എടുക്കുന്നവരുണ്ട്, 1.5 ഇഞ്ചൊക്കെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 1.25 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. ആ ഭാഗം ഇതുപോലെ ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ട് അവ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ നല്ല ഭാഗം, ക്ലോത്തിൻ്റെ നല്ല ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വിരിച്ച് വെക്കാം. വിരിച്ച് വെച്ചിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ മുൻഭാഗത്ത് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗവും ബാക്ക് പീസിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വരുന്ന പോലെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ തമ്മിലൊന്ന് കൂട്ടി തയ്ച്ച് കൊടുക്കാം. ഇതുപോലെ ഇവിടെയും തയ്ക്കാം, അതുപോലെ തന്നെ ഇവിടെയും ഒന്ന് തയ്ച്ച് കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മൾ ഷോൾഡറൊക്കെ കൂട്ടി കുട്ടപ്പനാക്കി എത്തിയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ നെക്കാണിത്. ഫ്രണ്ട് നെക്ക് ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മൾ കോളറാകുമ്പോൾ കുറച്ച് വെള്ളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് കോളർ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവ്സൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു കോളറിൻ്റെ ഈ നെക്കിൻ്റെ നമുക്കൊന്ന് അളവെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ അളവെടുത്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ആണ് ഞാൻ അളവെടുക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് തയ്ക്കുമ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ കറക്റ്റ് ആ ഒരു രീതിയിൽ മെല്ലെ സാവധാനം അളന്നെടുക്കണം. ഈ ഒരു അളവ് തെറ്റിയാൽ നമ്മുടെ കോളറിൻ്റെ അളവ് തെറ്റും. കോളർ തയ്ക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ കുറവും അല്ലെങ്കിൽ കൂടും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്കിത് എന്തായാലും അളവെടുക്കണം. കാരണം ചിലപ്പോൾ ഒരു അളവെടുക്കുന്നതിൽ കറക്റ്റ് ആവില്ല, പിറ്റത്തെ അളവിൽ ചിലപ്പോൾ വേറെ അളവേക്കാരം. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എനിക്കിതവിടെ 20 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ റൗണ്ടായിട്ട് എടുത്തതിന്. അപ്പോൾ നമ്മൾ കോളർ വെച്ച് കൊടുക്കുന്നതും ഈ ഒരു ക്ലോത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് മടക്കിയിടുന്നുണ്ട്. നമുക്ക് 2 പീസാണ് നമ്മൾ ഇതിൽ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നില്ല. ഈ ഒരു ക്ലോത്ത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ കരുതി ക്യാൻവാസ് വേണ്ട, അതിൽ തന്നെയാണ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം 11 ഇഞ്ച് വീതി വരുന്നുണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 10 ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് 10 ഇഞ്ച് കിട്ടണത്. അവിടെ 10 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ കൊടുക്കുന്നത്. അതിനേക്കാൾ ഒരു എക്സ്ട്രാ 1 ഇഞ്ച് ഇങ്ങനെ ഇങ്ങോട്ട് കിട്ടണം കേട്ടോ ക്ലോത്തിൻ്റെ. ആ ഒരു അളവിലാണ് ഞാൻ ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 3.5 ഇഞ്ചിലാണ് കേട്ടോ. 3.5 ഇഞ്ച് ലെങ്ത്താണ് കോളറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. വീതി കൂടുതൽ വേണമെന്നുള്ളവർക്ക് വീതി കൂടുതൽ എടുക്കാം കേട്ടോ. ഞാനൊരു 3.5 ഇഞ്ച് വീതിയിലാണ് കോളർ എടുക്കുന്നത്. അപ്പോൾ അതിതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ താഴ്ഭാഗം കറക്റ്റാണോ 10 ഇഞ്ചാണോ എന്ന് നോക്കണം. ഈ ഭാഗം കൂടി നമുക്ക് 10 ഇഞ്ചാണോ നോക്കണം. ഇവിടെയാണ് നമുക്ക് തയ്ക്കാനുള്ള ഭാഗം, അതായത് നമ്മുടെ ടോപ്പിൽ നമ്മുടെ കുർത്തിയിൽ വെച്ച് തയ്ക്കാനുള്ള ഭാഗം ഇതാണ്. അപ്പോൾ അത് കറക്റ്റ് ആവണം, ഇല്ലയെന്നുണ്ടെങ്കിലാണ് നമ്മുടെ കോളർ അളവ് തെറ്റും. അപ്പോൾ അത് 10 ഇഞ്ച് തന്നെ കറക്റ്റ് അളവെടുത്തി. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് മുകളിലേക്ക് ഈ സൈഡിൽ നമ്മൾ 11 ഇഞ്ച് ലെങ്ത്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഭാഗം അത് അവിടേക്ക് ഇങ്ങനെ ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഭാഗം താഴെ നിന്ന് നമ്മൾ തയ്ക്കാനുള്ള ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ചെരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഫോൾഡായി കിടക്കുന്ന ഭാഗത്തു നിന്ന് ഏകദേശം ഒരു 1/2 ഇഞ്ച് താഴെ നിന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കൂടുതൽ കോളർ കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിലൊക്കെ നോക്കിയാൽ കാണാം. നമ്മുടെ തയ്ച്ചിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നോക്കിയാൽ കോളർ വെച്ച് തയ്ച്ചിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അതേ അളവിൽ. ഈ ഭാഗം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. നമുക്കത് വെച്ച് തയ്ക്കാനുള്ള ഭാഗം 10 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 10 ഇഞ്ചിൻ്റെ കറക്റ്റ് ആവണം. അതിനേക്കാൾ 1 ഇഞ്ച് മുകളിലേക്കുണ്ട്. 15 ഇഞ്ച് അങ്ങോട്ട് ഇങ്ങനെ ചെരിച്ച് വരച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഇപ്പോൾ 2 പീസ് ഇതുപോലെ 2 പീസ് നമുക്ക് കിട്ടും. 4 ആണ് നമ്മൾ ക്ലോത്ത് മടക്കിയിട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നീളത്തിൽ 2 പീസ് കിട്ടുന്നുണ്ടാവും. ഇതാണ് താഴ്ഭാഗം നമുക്ക് തയ്ക്കേണ്ട. ബാക്കി ഈ 3 ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഈ ഒരു 3 ഭാഗം നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഒന്ന് ഒരുമിച്ച് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് നമുക്ക് മറിച്ച് കൊടുക്കണം. മറിക്കുന്നത് എളുപ്പത്തിന് നമ്മൾ ചെറുതായിട്ട് ചെറിയ കട്ടിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിങ്ങനെ നല്ല ഭാഗത്തേക്ക് ഇതുപോലെ മറിച്ച് ആ തയ്യലൊക്കെ ഉള്ളിലേക്ക് മറിയുന്നത് പോലെ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗം ഒരു സൈഡിൽ നമ്മൾ ഉള്ളിലേക്ക്, നമുക്ക് ഇവിടെ ക്യാൻവാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാൻവാസിൻ്റെ ഭാഗം എന്ന് ഞാൻ പറയുന്നില്ല, ഒരു സൈഡ് നമ്മളിതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ച് വേണം. എന്നിട്ട് തയ്ക്കാത്ത ആ ഭാഗം അല്ലേ നമ്മൾ മടക്കി തയ്ച്ച് ഒരു ഭാഗം മടക്കി തയ്ക്കാം. എന്നിട്ട് മടക്കി തയ്ക്കാത്ത ആ ഭാഗം വേണം നമുക്ക് ഈ ഒരു നമ്മുടെ കുർത്തിയിൽ വെച്ച് തയ്ച്ചെടുക്കാനായിട്ട്. തയ്ക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ നല്ല ഭാഗത്താണല്ലോ, പക്ഷേ നമ്മൾ ചീത്ത ഭാഗത്ത് വേണം ആദ്യം തയ്ച്ചിട്ട് നല്ല ഭാഗത്തേക്ക് മറിച്ച് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല അതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ വേറെ ഉണ്ട്, ഞാനൊന്നും കൂടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൽ ഞാൻ അധികം കോളറിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടില്ല കാണിക്കാൻ വീഡിയോയിൽ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കോളർ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്ക് ഭാഗമൊക്കെ നമ്മൾ മടക്കി ഒക്കെ കൊടുത്ത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് സ്ലീവ്സ് വെച്ച് കൊടുക്കാം. നമ്മുടെ മുൻഭാഗം കഴിഞ്ഞു, ഫ്രണ്ട്
ആ ഭാഗം കോളറൊക്കെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ലീവ്സ് വെച്ച് കൊടുക്കാനാണുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ് നമ്മുടെ സ്ലീവ്സ്. അതിലേക്ക് നമ്മൾ 4 ഇഞ്ച് വീതിയിൽ ഒരു 2 പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നമ്മുടെ ആ ക്ലോത്തിൽ നിന്ന് ഈ ഒരു പീസ് 2 ഇഞ്ച് വീതിയിൽ നീളത്തിലൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ 2 ഭാഗത്തു നിന്നും 1/4 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് ഇതുപോലെ ഒന്നും കൂടിയാണ് മടക്കി ഏകദേശം ഒരു 3/4 ഇഞ്ച് വീതിയിൽ കിട്ടുന്ന രീതിയിൽ മടക്കി കൊടുത്തിട്ട് ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് ഒന്ന് പകുതിയാക്കി 2ആക്കി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ്സിൻ്റെ കട്ട് ചെയ്ത് വെച്ച സ്ലീവിൻ്റെ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ നമ്മുടെ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഈ റൗണ്ടിൻ്റെ ഭാഗത്ത് സെൻറ്റർ ഭാഗം നമുക്ക് കാണാൻ വേണ്ടി ഒന്ന് ചോക്ക് കൊണ്ടൊന്ന് അടയാളപ്പെടുത്തിയാലും മതി. ഇപ്പം എൻ്റെ അടുത്ത് ചോക്ക് അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു കട്ടിങ് കട്ട് ചെയ്ത് കൊടുത്തു. അവിടെ ചീത്ത ഭാഗത്തായിട്ട് നമ്മൾ ഈ തയ്ച്ച് വെച്ച ഈ ഒരു പീസ് ഉണ്ടല്ലോ അതിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഈ ഒരു നമ്മൾ 4 ഇഞ്ച് വീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല, അതൊന്ന് 2ആക്കി മടക്കിയിട്ട് ഇവിടെ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ടൊന്ന് നമുക്ക് ഒരു 1/4 ഇഞ്ച് വീതിയിലൊന്ന് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇവിടെ നമ്മൾ സ്ലീവിൽ വെച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ സ്ലീവ് കട്ട് ചെയ്തപ്പോൾ 1 ഇഞ്ചാണല്ലോ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഡിസൈൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഈ 2 പീസും ഇതുപോലെ ഇങ്ങനെ ഒന്ന് മറിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് തയ്ച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കുക. ഇനി നമുക്ക് നല്ല ഭാഗം കാണുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് ഇതുപോലെ ഒന്ന് മറിച്ച് തയ്ക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം ഇവിടെ നിന്നൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ ഈ ഒരു നീളത്തിലുള്ള ഇത് നമുക്ക് നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ അത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ ആ ഒരു ഭംഗി വരുന്നത് ആ ഒരു രീതിയിൽ ഇതുപോലെ മടക്കി അവിടെ ഒന്നൊരു ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ലെങ്ത്ത് നമുക്ക് ഈ ഒരു ലെങ്ത്തൊക്കെ കിട്ടിയാൽ മതി നമുക്ക് ഈ ഒരു മോഡൽ. സ്ലീവിൽ എന്തെങ്കിലും ഡിസൈൻ വേണ്ടത് വെച്ചിട്ട് ചെയ്യാണ് കേട്ടോ. ചെറുതായിട്ടൊരു അവിടെ ആ ഒരു കളർ അവിടെയും വന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊന്ന് അവിടെ അതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ ബട്ടൺസ് നമ്മളെ നെക്കിൽ വെക്കുന്ന ബട്ടൺസ് അവിടെയും ഒന്ന് വെച്ച് തുന്നി കൊടുക്കാം. അപ്പോൾ ഇതാണ് സ്ലീവിൻ്റെ ഡിസൈന് ചെറുതായിട്ട് നമ്മൾ വെക്കുന്നത്. ഇത് നമുക്ക് മറ്റേ സ്ലീവിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മറ്റേ സ്ലീവിൽ ഇതേപോലെ ആ ഒരു പീസൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കണം. എന്നിട്ട് നമ്മുടെ ടോപ്പിൽ വെച്ചൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പാണിത്. അപ്പോൾ നല്ല ഭാഗം കാണുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് സ്ലീവിൻ്റെ ഈ കൈക്കുഴിയുടെ ഭാഗം നമുക്ക് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യണം. ഇവിടെ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡർ കൂട്ടി ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് ഈ കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് 2 സൈഡിൽ ആദ്യം ഈ സൈഡിലേക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. പിന്നെ അതുപോലെ വീണ്ടും സെൻറ്ററിലെത്തിയിട്ട് മറ്റേ സൈഡിലേക്കും ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവും നമ്മുടെ ടോപ്പിലൊന്ന് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ മറ്റേ സ്ലീവും വെച്ച് നമുക്ക് തയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഭാഗം ഒന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ സ്ലീവിൻ്റെ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ ഒരു എൻ്റെ ഭാഗത്തുനിന്ന് അതായത് നമ്മുടെ ആ റൗണ്ട് ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഏകദേശം 1 ഇഞ്ച് വീതിയിൽ ഞാൻ തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കൈക്കുഴിയുടെ ഭാഗം അവിടെ കറക്റ്റ് വെച്ച് കൊടുക്കണം. 2 ഭാഗമൊക്കെ ഒരുമിച്ച് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് താഴേക്ക് ഓപ്പണിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഓപ്പണ് എവിടെയെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോൾ നമ്മളൊന്ന് ഡബിൾ സ്റ്റിച്ചിട്ട് അത് മുറുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 1 ഇഞ്ച് വീതിയിലാണ് അവിടെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തത്. എന്നിട്ട് താഴ്ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആ ഒരളവിൽ ഇങ്ങനെ മടക്കി നമ്മൾ ഓപ്പണും കൂടി ഒന്ന്
തയ്ച്ച് സെറ്റാക്കുന്നുണ്ട്. ഒരു സൈഡും തയ്ച്ചതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു സൈഡിൽ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ, പിന്നെ രണ്ടാമത്തെ സൈഡിൽ നിന്നും ഇതുപോലെ ആദ്യം ഒരു 1/2 ഇഞ്ച് വീതിയിൽ മടക്കി, പിന്നെ ഒന്നും കൂടി ഒരു 1/2 ഇഞ്ച് വീതിയിൽ മടക്കി ഇതുപോലെ താഴെ നിന്ന് തന്നെ നമ്മൾ തയ്ച്ചിങ്ങനെ വന്നിട്ട് ആ ഓപ്പണിൻ്റെ ഭാഗത്ത് ഇവിടെ എത്തുമ്പോൾ ഇവിടെ എത്തിയിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് കൂട്ടി തയ്ക്കാം. ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് ചെറുതായിട്ട് ചെരിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം തയ്ച്ച് നിർത്തിയ ആ ഒരു പോയിൻറ്റിലേക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് ഒരു കോൺ ഷേപ്പിലിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സൈഡിലുള്ള തയ്ച്ച് കഴിഞ്ഞു. എന്നിട്ട് ഒന്ന് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു വക്കിലൂടെയും കൂടി ഒന്ന് തയ്ച്ചെടുത്താൽ നല്ല ഒരു എന്താ പറയുക കുർത്തിയുടെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, തയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം തയ്ച്ചാൽ മതി. ഞാനിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വൃത്തിയായിട്ട് ഇങ്ങനെ നിൽക്കും. ഈ ഭാഗമൊക്കെ നമ്മുടെ ഓപ്പണിൻ്റെ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് നമുക്ക് നിൽക്കുകയും ഇങ്ങനെ തയ്ച്ചെടുത്താൽ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ മറ്റേ സൈഡും സ്ലീവൊക്കെ വെച്ച് കൊടുത്ത് സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ സൈഡൊക്കെ ഒന്ന് കൂട്ടി തയ്ച്ച് ഓപ്പണിൻ്റെ ഭാഗമൊക്കെ ഒന്ന് സ്പ്ലിറ്റൊക്കെ അവിടെ അതൊക്കെ ഒന്ന് തയ്ച്ച് റെഡിയാക്കണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, താഴ്ഭാഗം ഒന്ന് ഇതുപോലെ 1/2 ഇഞ്ച് വീതിയിൽ ആദ്യം ഒന്ന് മടക്കി, പിന്നെ ഒന്നും കൂടി ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ തയ്യൽ തുമ്പിടുന്നതിനനുസരിച്ചാണ് കേട്ടോ. നമ്മൾ വീതിയിൽ മടക്കി തയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് താഴ്ഭാഗം മടക്കി തയ്ക്കാൻ തയ്യൽ തുമ്പിടാം. അപ്പോൾ നമ്മൾ 2 ഇഞ്ചാണ് ഇട്ടത്. അപ്പോൾ 1 ഇഞ്ചിൽ ഞാനിങ്ങനെ മടക്കി തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് മടക്കി തയ്ച്ചു. എന്നിട്ട് ഈ ഒരു താഴ്ഭാഗത്തുള്ള വക്കിലൂടെയും കൂടി ഞാനൊന്ന് തയ്ക്കുന്നുണ്ട്. ഇതേപോലെ 2 ഭാഗത്തും നമ്മുടെ ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും നമ്മൾ താഴ്ഭാഗം ഇതേപോലെ മടക്കി തയ്ച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കുർത്തിയുടെ ഏകദേശം പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ 2 സൈഡൊക്കെ നമ്മൾ എൻ്റെ അളവിനനുസരിച്ച് ഇതാണ് ഒരു നീല ചോക്കോട് വരച്ചെടുത്തത് കണ്ടോ. ആ ഒരു അതാണ് എൻ്റെ കറക്റ്റ് അളവ്. അത് ഞാൻ അങ്ങനെ സ്ലീവിൻ്റെ അവിടെയൊക്കെ വരച്ചു കൊടുത്തിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അളവ് അവിടെ കൊടുത്തിട്ട് നോക്കിയിട്ട് ഇങ്ങനെ 2 സൈഡും കൂട്ടി തയ്ച്ച് ഇതുപോലെ സെറ്റാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇട്ടിട്ടുള്ള ഒന്നും കൂടി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ അതാ കോളർ നല്ല ഇങ്ങനെ നമുക്ക് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഷർട്ട് കോളറാണ്. അതുപോലെ തന്നെ ഇവിടെ ബട്ടൺസ് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം സൂചി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല ഭംഗിയുള്ള ഈ ഒരു ഡ്രസ്സിൻ്റെ കളറിലുള്ള ബട്ടൺസോ അല്ലെങ്കിൽ ഈ ഒരു കളറുള്ള ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു നെക്കിൻ്റെ ഒരു എനിക്ക് പെട്ടെന്ന് ഇതുപോലെ ചെയ്യാൻ ഭയങ്കര ഭംഗി ഉണ്ടാവുമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു ഫിറ്റിങ്ങാണ് സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ലീവിൻ്റെ ഈ ഭാഗത്ത് ബട്ടൺസ് നമ്മൾ വെച്ച് കൊടുത്തിട്ടില്ല, അത് വെച്ച് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഈ ഒരു ഭാഗം വരെ മാത്രമുണ്ട്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും. ഇപ്പോൾ ഞാൻ അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ള അളവുണ്ട്. ഇത് എനിക്ക് 14 വരുന്നുണ്ട്. ചിലർക്ക് 10 ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയ വണ്ണമില്ലാത്തത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്താൽ അടിപൊളിയായിട്ടിരിക്കും. വേറെ ഡ്രസ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ വെച്ച് കൊടുക്കാം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പോൾ വരുന്ന വേറെ കളറിലൊക്കെ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം.